ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്ന് വന്നിട്ടുള്ളത് നല്ല മുളകിട്ട വറ്റിച്ച മീൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രുചിയാണ്. ചോറിലും കൊള്ളിയിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തോനെടുത്തതാണ് കേട്ടോ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെളുത്തുള്ളിയാണ്, അതും നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ 3 അയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം മീൻകാരനിൽ നിന്ന് മേടിച്ച പാടാണ്. അപ്പോൾ 2 എടുത്തിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 3/4 ഭാഗം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഇതുപോലെ ചതച്ചെടുത്ത പോലെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി ചോപ്പറിലിട്ടിട്ടൊന്ന് ചെറുതായി ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാന് സ്റ്റവിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ആ ഉള്ളി അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റിയ ശേഷമാണ് പിന്നെ അതിലേക്കുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതുപോലെ തന്നെ ഇഞ്ചും അതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന ശേഷം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ചോപ്പറിലിട്ടിട്ട് ഇതാക്കിയെടുത്ത കാരണം കൊണ്ട്. അപ്പോൾ അതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പിൻ്റെ ഇലയാണ് ഇട്ട്, ഞങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ അനിയൻ്റെ അവിടെ നിന്നും പൊട്ടിച്ചു കൊണ്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി വഴന്ന ശേഷം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി മുളകും പൊടി, പിന്നെ നമ്മൾ സാധാ കറി വെക്കണ മുളകും പൊടിയാണ് ഇട്ടത്. അപ്പോൾ അത് വലിയൊരു ടീസ്പൂണ് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരുപാട് പുളിയൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ചാണ് പുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി അതും വഴന്ന ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല, കട്ടിക്കുള്ള കറിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 അയില നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ. അപ്പോൾ അതിൻ്റെ തലയും കൂടിയിട്ടാണ് ഇടുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ടാണ് അയില ഇടുന്നത്. അപ്പോൾ കറിയൊക്കെ അത് നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് മീൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ മസാല അതിൻ്റെ മീതെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മീനിൻ്റെ മേലെ ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. എന്നെങ്കിലും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കറിയൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഞാൻ അതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ്റെ ഇല കുറച്ച് തോന എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു വലിയ ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൂടി വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുഴമ്പ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചോറുണ്ണാൻ വേണ്ടിയിട്ട് ചോറ് മേശമ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കറികളൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് അങ്ങനെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പം മോനും മിക്കയും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയിൽ സൗണ്ട് കൊടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.